തലശ്ശേരിയിൽ പോലീസ് കാവലിൽ മദ്യപിച്ച കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർക്കെതിരെ കേസില്ല. മദ്യം എത്തിച്ചു നൽകിയവർക്കെതിരെയും അന്വേഷണമില്ലെന്ന് ആരോപണം. 3 ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനിൽ സംഭവം ഒതുക്കി തീർക്കാനാണ് പോലീസ് ശ്രമം. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ പിള്ള, പോലീസ് സംരക്ഷണയിൽ കൊടും കുറ്റവാളികൾക്ക് മദ്യസേവയ്ക്ക് അവസരമൊരുക്കുന്നു. അപ്പോൾ ആ പോലീസുകാർക്ക് സസ്പെൻഷൻ, പക്ഷേ അതുകൊണ്ട് അവസാനിക്കുമോ? ഈ കുറ്റവാളികൾക്ക് ശിക്ഷ അനുഭവിക്കുന്ന കാലയളവിൽ ഇങ്ങനെയൊക്കെ സൗകര്യമുണ്ടാക്കി കൊടുക്കുന്നത് മറ്റൊരു തരത്തിൽ പരിഗണിക്കേണ്ട വിഷയമല്ലേ? ഇക്കഴിഞ്ഞ 17-ാം തീയതിയാണ് തലശ്ശേരി കോടതിക്ക് സമീപത്തുള്ള വിക്ടോറിയ ഹോട്ടലിൽ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ഈ കൊലയാളികൾ പരസ്യമായി മദ്യവെച്ചത്. BJP പ്രവർത്തകരായ 2 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് തുടങ്ങി TP ചന്ദ്രശേഖരൻ വധക്കേസിലെയും ക്രിമിനലുകളാണ് പോലീസ് കാവലിൽ പരസ്യമായി മദ്യപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് വലിയ വിവാദമാവുകയും വാർത്തയാവുകയും ചെയ്തതിന് തൊട്ട് പിന്നാലെ 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ വിചാരണ കഴിഞ്ഞ് കോടതിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു പ്രതി പരസ്യമായി മദ്യപിച്ചിട്ട് ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു തുടർ നടപടി പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് വിരോധാഭാസം. കാരണം ഈ കൊടും കുറ്റവാളികൾക്കെതിരെ പോലീസ് ചെറുവിരൽ അനക്കാൻ തയ്യാറായിട്ടില്ല. സ്വാഭാവികമായും മദ്യം കൊണ്ടുവന്ന ആൾക്കെതിരെ നടപടി വേണ്ടതാണ്. ഈ ജയിലിലേക്ക് തിരികെ പോകേണ്ട വിചാരണ കുറ്റവാളി അയാൾ മദ്യപിച്ച സംഭവത്തിൽ നടപടി വേണ്ടതാണ്. എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും ഒരു തുടർ നടപടി ഉണ്ടായിട്ടില്ല. തൽക്കാലത്തേക്ക് 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. മാത്രമല്ല, ഇതിൽ ഗുരുതരമായ ഒരു ക്രമക്കേടെന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ ജൂലൈ 17-നാണ് ഈ സംഭവം നടക്കുന്നത്. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് ജൂലൈ 21-നാണ് കൊടിസുനിക്ക് അടിയന്തര പരോൾ, 15 ദിവസത്തെ അടിയന്തര പരോൾ അടക്കം കിട്ടുന്നത്. സ്വാഭാവികമായും ആ ജൂലൈ 17-ന് നടന്ന സംഭവം അന്നേ ദിവസം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ജൂലൈ 21-ന് കൊടിസുനിക്ക് പരോൾ പോലും ലഭ്യമാകുമായിരുന്നില്ല. അപ്പോൾ ഈ പരോൾ കിട്ടാനടക്കം ഈ മൗനം അവർക്ക് സഹായകമായി എന്നുള്ളതാണ്. അപ്പോൾ ഈ TP കേസിൽ ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ സഹായം ലഭിക്കുന്ന രീതിയിലാണ് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായതെന്ന വിമർശനം കൂടിയാണ് ശക്തമാകുന്നത്. കൃഷ്ണരാജ്.